ആലപ്പുഴ കലവൂരിലെ വയോധികയുടെ കൊലപാതകം നടന്നത് 7-ന് വൈകിട്ട് 6 മണിയോടെയെന്ന് പോലീസ് കണ്ടെത്തൽ. സുഹൃത്തായ അജയനെ അടിയന്തരമായി കുഴിയെടുക്കാനായി മാത്യു വിളിച്ചു വരുത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാലിന്യം മൂടാറാണ് കുഴിയെന്ന് പറഞ്ഞു. മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിൽ മാത്യുവും ശർമിളയും കുഴിയെടുക്കുന്ന സമയത്ത് അരികിലുണ്ടായിരുന്നു. കൊലപാതക ശേഷം ഉടൻ തന്നെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അജയന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. അതേസമയം കേസിലെ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുതിയ വിവരം ലഭിക്കുന്നത് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നതെന്നുള്ളൊരു വിവരം പുറത്തുവരുന്നുണ്ട്. സുഹൃത്ത് അജയനെ അടിയന്തരമായി കുഴിയെടുക്കാൻ വിളിപ്പിച്ചു വരുത്തുകയും അതിനുശേഷം കൊലപാതകം നടത്തിയ ശേഷം വളരെ വേഗം മൃതദേഹം മൂടുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റെന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ലഭിച്ച പുതിയ വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അജയൻ എന്ന മാത്യുവിന്റെ സുഹൃത്തും ഒപ്പം തന്നെ മേസ്തിരി പണിക്കാരനുമായ അജയിൽ നിന്ന് പോലീസിന് കിട്ടിയ വിവരം തന്നെയാണ്. അതായത് ഈ 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷമാകും ഈ കൊല നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ അതിക്രൂരമായ കൊലപാതകം എന്നുള്ളതാണ്. കാരണം സുഭദ്ര എന്ന 72-കാരിയുടെ 2 സൈഡിലെയും വാരിയലുകൾ പൂർണ്ണമായി തകർന്നിരുന്നു, കഴുത്ത് ഒടിഞ്ഞിരുന്നു, കൈയൊക്കെ കൊലപാതക ശേഷവും കൈ തിരിച്ച് ഒടിച്ച് കെട്ടിവെച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അജയൻ പോലീസ് നൽകിയിട്ടുള്ള വിവരങ്ങളാണ്. അതായത് മേസ്തിരി പണി ചെയ്യുന്ന അജയനോട് ശുചിമുറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വരണമെന്നുള്ള ആവശ്യം ഇവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതായത് കരുതി കൂട്ടിയാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് മർഡർ ആണ് എന്നുള്ള കാര്യത്തിനകത്ത് പോലീസിന് യാതൊരുവിധ സംശയവുമില്ല. നേരത്തെ തന്നെ അജയനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ 7-ാം തീയതി വൈകിട്ടോടുകൂടി വളരെ പെട്ടെന്ന് എത്തണം, ഒരു കുഴി അടിയന്തരമായി എടുക്കേണ്ടതുണ്ട്. കാരണം പിറ്റേ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികൾ വരും, അവരെ കൊണ്ട് കുറച്ച് വേസ്റ്റ് മാലിന്യങ്ങൾ അതിനകത്തിട്ട് മൂടേണ്ടതുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വൈകിട്ട് തന്നെ പണിസ്ഥലത്ത് നിന്നും അജയനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ അജയനാണ് അവിടെ ആ കുഴി 6 മണിക്ക് ശേഷമാണ് കുഴി എടുത്തു കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിർണായകമായ മറ്റൊരു കണ്ടെത്തലാണ്. അതായത് ഈ ബോഡി കൊലപാതകം നടന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ബോഡി അവര് ഒളിപ്പിച്ചിട്ടുണ്ട്, അതായത് കുഴിയിലിട്ട് മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടത്തിനായി 1 മാസത്തിന് ശേഷം എടുക്കുമ്പോഴും ഉള്ളിൽ ജീർണാവസ്ഥ ഉണ്ടെങ്കിലും പുറമെ ഒരു സ്ട്രക്ചറൊക്കെ തന്നെ ഉള്ള ഒരു കൃത്യമായ ഒരു രൂപമുള്ള ഒരു ശരീരം, തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ശരീരം തന്നെയായിരുന്നു സുഭദ്രയുടേത് 1 മാസത്തിന് ശേഷവും കിട്ടിയപ്പോൾ. അതായത് ആ കൊലപാതകം നടന്ന ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ആ കുഴിയിലിട്ട് മൂടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അജയൻ കുഴി എടുക്കാനായി 6 മണിക്ക് ശേഷം പണിസ്ഥലത്ത് നിന്ന് ഇവരുടെ വീട്ടിലേക്ക് എത്തി. ഈ കുഴി ആ ശുചിമുറിയുടെ, അതായത് മൃതദേഹം കണ്ടെടുത്ത ശുചിമുറിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ആ കുഴി എടുത്തിട്ടുള്ളത്. ആ കുഴി എടുക്കുന്ന സമയത്ത് അയൽവാസി നൽകിയിട്ടുള്ള മൊഴി, അജയൻ കുഴി എടുക്കുമ്പോൾ മദ്യപിച്ച് ലെക്ക് കെട്ട് തൊട്ടടുത്ത് തന്നെ മാത്യുവും ശർമിളയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 പേരും മദ്യപിച്ച് ലെക്ക് കെട്ട അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പോലീസിന് ഏറ്റവും സംശയകരമായി തോന്നുന്ന കാര്യം അജയൻ നൽകിയിട്ടുള്ള മറ്റു വിവരങ്ങളാണ്. അതായത് പിറ്റേ ദിവസം രാവിലെ തന്നെ അജയനോട് 8-ാം തീയതി രാവിലെ 7-ാം തീയതി രാത്രി 6 മണിക്ക് ശേഷം കുഴിയെടുത്തിട്ട് പോകുന്നു. 8-ാം തീയതി രാവിലെ തന്നെ ശുചിമുറിയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായി വരണമെന്ന് പറയുന്നു. അജയൻ അവിടേക്ക് എത്തുമ്പോൾ ഈ കുഴി മൂടിയ അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് അജയൻ പോലീസ് നൽകിയിട്ടുള്ള മൊഴി. ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്തി മാലിന്യം നീക്കം ചെയ്യുന്ന സമയമോ അല്ലെങ്കിൽ മാലിന്യം ഇട്ട് മൂടുന്ന സമയമോ ഒന്നും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ആ കുഴി മൂടിയിട്ടും അജയന് യാതൊരുവിധ സംശയപരമായി യാതൊരുവിധ കാര്യങ്ങളും തോന്നിയില്ല എന്നുള്ള മൊഴിയാണ്. അത് പോലീസ് അത്ര വിശ്വാസത്തിൽ എടുക്കുന്നില്ല. മാത്രമല്ല, ഈ കുഴിയുടെ മുകളിൽ അകത്തുണ്ടായിരുന്ന ഒരു കട്ടിൽ, പഴയ കട്ടിലിന് പ്ലൈവുഡ് നീക്കം ചെയ്ത് ആ പ്ലൈവുഡ് ആണ് ആ കുഴിയുടെ മുകളിൽ, കുഴി മറച്ചുകൊണ്ട് കുഴിയുടെ മുകളിലിട്ട് അവിടെ ഇവർ സിമന്റ് കൂട്ടുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഇത്ര മാലിന്യം മൂടിയാൽ തീർച്ചയായും മണ്ണ് അവശേഷിക്കേണ്ടതാണ്. പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മണ്ണ് ഉപയോഗിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് നിന്ന് മണ്ണ് എടുത്താണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടും അജയന് സംശയം തോന്നിയിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം, ആ ഒരു ചിന്ത പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അജയനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യം ചെയ്യലിനിടയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും നെഞ്ചുവേദനയെ തുടർന്ന് അജയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് അജയൻ വിട്ടിട്ടില്ല, ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ പല കാര്യങ്ങളും, അജയൻ പറയുന്ന കാര്യങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങളും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ
കൂടുതൽ കാര്യങ്ങൾ അജയനിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട് എന്നുള്ള തീർച്ചയായും. ശരണ്യ, ദൂരമാണ്. എന്തായാലും ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ശരണ്യ, പ്രധാനമായി നമുക്ക് ഇനി അറിയേണ്ടത് ഈ പ്രതികൾക്കായി പോലീസ് വലവിരിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ നേരത്തെ തന്നെ ശരണ്യ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു ഉണ്ടായിരുന്ന വാർത്തയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ നമുക്കറിയാം അത്രമാത്രം അതിക്രൂരമായ ഒരു കൊലപാതകം എന്ന് എടുത്തു പറയേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇത്രമാത്രം ഒരു വയോധികയെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതികളെ രക്ഷപ്പെടാൻ ഒരു പഴുതും ഉണ്ടായിക്കൂടാ. വളരെ വേഗം അവരെ പിടികൂടേണ്ടതുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്, ഏത് ഭാഗത്താണ് അന്വേഷിക്കുന്നത് എന്നാണ് വിശദാംശങ്ങൾ? അന്വേഷണം 2 സംസ്ഥാനങ്ങളിലായാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വേളാങ്കണ്ണി അതായത് തമിഴ്നാട് കേന്ദ്രീകരിച്ചും കർണാടക ഉടുപ്പി അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും മുന്നോട്ട് പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പോലീസിന് ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം വേളാങ്കണ്ണിയിലും ഒപ്പം തന്നെ ഉടുപ്പിയിലും അടക്കമുള്ള ഇടങ്ങളിൽ ഇവർ എത്തിയ ഇടങ്ങളിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ അത്തരമൊരു അന്വേഷണ സംഘത്തിന് പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കാരണം 7 ദിവസത്തെ ഒരു വ്യത്യാസത്തിൽ അവർ പരമാവധി പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് പിന്നിൽ തന്നെ പോലീസ് ഉണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് മണ്ണഞ്ചേരി സിഐയുടെ നേതൃത്വത്തിലുള്ള രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൃതദേഹം ആ കുടുംബത്തിന്, അതായത് സുഭദ്രയുടെ കടവന്ത്രയിൽ നിന്നെത്തിയ മക്കൾക്ക് വിട്ടു നൽകിയത്. അത് ഇന്നലെ ആ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ കൊലപാതകം എന്നുള്ള കാര്യം തന്നെ ആ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഫോറൻസിക് സർജൻ ഡോക്ടർ കൃഷ്ണൻ ബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം നൽകിയ വിവരവും അത് തന്നെയാണ്. ഇനി ഉള്ളതെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പ്രതികളിലേക്ക് എത്തുക. ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുഭദ്ര എവിടെയെന്നുള്ള ചോദ്യമായിരുന്നു. സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയ ഘട്ടത്തിൽ തന്നെ പോലീസ് ഒരു ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പ്രതികളിലേക്ക് എത്രയും വേഗത്തിൽ തന്നെ എത്താനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്.